അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി, ചെറിയ മുടക്ക് 2.75 കൊടുക്കാം. 2,75,000. അതെ അതെ. ഇതും വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് 4 ആയി കൊടുത്തൂടെ? ടൈപ്പ് 4 ആണെങ്കിൽ ആക്കാം. ഇത് നമ്മൾ 2.75 കൊടുക്കും. 2.75. അതെ. ഇത് മോഡൽ 12 കേരള വണ്ടിയാണ്. ഇതിപ്പോ ലോൺ എത്ര കയറും? ഇതൊരു 2.25 ലോണും കയറും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ 5-5.25 പറഞ്ഞത്. ഇത് നമ്മളൊരു 4.65 ലാസ്റ്റ് കൊടുക്കും. 4.65 ഫൈനൽ പ്രൈസ് അല്ലേ? ഇതൊരു 5 ലക്ഷം ലോണും കിട്ടും വണ്ടിക്ക്. പ്രൈസ് നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 44.5 ലക്ഷത്തിന് കൊടുക്കാം നമുക്ക്. പേപ്പർ ആക്കിയിട്ട് നമ്പർ ഓൾറെഡി ആയതാണല്ലേ, ഫാൻസി നമ്പറാണ്. 44,50,000 കൊടുക്കാം. ഞാൻ കാണിച്ചു വിട്ടെ. 3.60 നമ്മൾ കൊടുക്കുന്നുണ്ട്. 3.60 കൊടുക്കാം. ഇന്ത്യയിലൊക്കെ നല്ല നീറ്റാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു. വണ്ടി പക്കയല്ലേ? ഇത് നമ്മൾ 6.5 രൂപ ആസ്ക് ചെയ്തിരുന്ന വണ്ടിയാണ്. ഇപ്പൊ നമ്മൾ കൊടുക്കണം 5.90. പേപ്പർ ആക്കിട്ടോ 3.25 കൊടുക്കാം. 3.25 അല്ലേ? 10 വണ്ടി 2030 വരെ പേപ്പറുള്ള വണ്ടി. അടിപൊളി. അതായത് 7,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സാധനം എടുത്തോണ്ട് 4 വീലും മാനുവലാ? 4 വീല് മാനുവൽ. അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ടാണ് 6.90 ഒരു വണ്ടി കാണിക്കുന്നത് അല്ലേ? 9 മോഡല് പേപ്പർ എടുത്തിട്ട് 6.90. GST ഒക്കെ അത്യാവശ്യം നല്ലോണം കുറഞ്ഞതുകൊണ്ട് തന്നെ ഒരു യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ ഈ ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കാൻ പറ്റിയ സമയമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ ഇവിടെ കിടക്കുന്ന വണ്ടികൾ മൊത്തം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ആ വണ്ടികൾ വിൽക്കുന്ന വില ഉണ്ടല്ലോ, അത് അന്യായ പ്രൈസ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇതിലും കുറച്ചൊക്കെ ഈ പറഞ്ഞ വണ്ടികളൊക്കെ വിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്കും വില കുറച്ചിട്ട് കീഴിലും പോലത്തെ കുറേ വണ്ടികൾ കാണിച്ചു തരാം. കൂടുതലും ടൊയോട്ട വണ്ടികൾ തന്നെയാണ്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ PMA കാർസ് ഉണ്ടോ, PMA കാർസിൽ ഒരുപാടധികം ടൊയോട്ടയുടെ വണ്ടികൾ കിടപ്പുണ്ട്. ഇന്നോവ ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്. അത് ഏറ്റവും കൂടുതലുള്ള നമ്മുടെ ലാൻഡ് ക്രൂസർ വരെ ഉണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ പ്രീമിയം വണ്ടികൾ വില കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണക്കാർക്ക് പറ്റിയ കുറച്ച് ചെറിയ വണ്ടികൾ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരം കിട്ടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. നിങ്ങൾ മിസ് ചെയ്യേണ്ട, മുഴുവനായിട്ടൊന്ന് കണ്ടോളൂ. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതെല്ലാവർക്കും ഒരു ഉപകാരം കിട്ടും. അപ്പോൾ എന്തായാലും ഞെട്ടിക്കുന്ന വിലകൾ കേൾക്കാൻ റെഡി ആയിക്കോ, നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമ്മുടെ PMA കാർസിൽ നിങ്ങളെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വണ്ടികളുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഞെട്ടിക്കോ? ഫുള്ള് നെട്ടിക്കുന്ന വണ്ടികളാണ്. ഉറപ്പാണ് അല്ലേ? അടിപൊളി പ്രൈസ്. വില കുറച്ച് കൊടുക്കാന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഇല്ലാന്ന് അർത്ഥമുണ്ടോ? ഇല്ലല്ലോ, അങ്ങനെയൊന്നുമില്ല. ക്വാളിറ്റി ഒക്കെ അവർക്ക് ചെക്ക് ചെയ്യാം. വർഷാപ്പിൽ എവിടെ വെച്ചാൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് ഫുള്ള് നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി അല്ലേ? അതായത് കുറച്ചധികം ഇന്നോവകൾ ഇതാ ഇവിടെ കിടപ്പുണ്ട്. എല്ലാവരും ഏറ്റവും കൂടുതൽ എൻക്വയറി ചെയ്യുന്ന വണ്ടികൾ. അതിന്റെ പുറമേ തന്നെ ഇതാ മുതൽ സാധനങ്ങൾ ഇവിടെ വേറെയും കിടക്കുന്നുണ്ട്. പ്രീമിയം ഒക്കെ നിങ്ങൾക്ക് ചെറിയ പൈസക്ക് വരും. അപ്പോൾ എന്തായാലും തുടങ്ങാം. നമുക്ക് ഇന്റീരിയർ ഒന്നും ഞാൻ കാണിക്കില്ല. നിങ്ങൾ മാക്സിമം ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുക്കണം. ഫോട്ടോ നമ്മൾ അയച്ചു കൊടുക്കും. നല്ല അടിപൊളി ഇന്റീരിയർ ആണ്. നമുക്ക് ഇത്രയും വണ്ടി ഉൾപ്പെടുത്തുന്നത്. ശരി, അപ്പൊ എന്തായാലും ആദ്യത്തെ വണ്ടി ഏതാ മോഡല്? ഇത് 2015 V ഇന്നോവയാണ്. 15 V. കേരളത്തിലേക്ക് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടിയാണ്. കിലോമീറ്റർ 1.97 കറക്റ്റ് ആണ്. ഹിസ്റ്ററി ഒക്കെ എടുത്തതാണ്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ചെറിയ ചെറിയ തട്ടുമുട്ടൊക്കെ ഉണ്ട്. ചെറിയ ലെവലിംഗ് ഒക്കെ ഉണ്ട്. മേജർ പ്രശ്നങ്ങളൊന്നും മേജർ ആയിട്ടുള്ളതൊന്നുമില്ല. ചെക്ക് ചെയ്യാ. വണ്ടി 2015 V ഇന്നോവയാണ്. കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടിയാണ്. പുതിയ ഇൻഷുറൻസ് ആണ്. എല്ലായിടത്തും അന്വേഷിച്ചോളി. 7 ലക്ഷത്തിന് നമ്മൾ എടുക്കേണ്ട വണ്ടി. 7.25 ഈ വണ്ടി നമ്മൾ കൊടുക്കും ചെയ്യും. ഇപ്പൊ ഈ വണ്ടി കൊടുക്കാൻ പറ്റുന്ന 7.25. അടിപൊളി. ഒരു 7,000 രൂപയ്ക്ക് നമ്മൾ വണ്ടി കണ്ട് എടുക്കും ചെയ്യും. അത് കേരളത്തിൽ പേപ്പറായ വണ്ടി കുറഞ്ഞത് 1 ലക്ഷം രൂപ മേലെ റേറ്റ് അല്ലേ? അതെ, അടിപൊളി. അപ്പൊ എന്തായാലും 7,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 7.25 അല്ലേ? 7.25 2015 നമ്പറായ പുതിയ ഇൻഷുറൻസ് എടുത്ത വണ്ടി അല്ലേ? അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. സിൽക്കി ഗോൾഡ് കളറാണ്. നല്ല ഡിമാൻഡുള്ള കളറാണ്. അടിപൊളി. അതുപോലെ തന്നെ ഇവിടെ ഒരു സിൽവർ ഉണ്ടല്ലോ. ഇത് 2013 മോഡലാണ്. 13 ഇതും ഓൾറെഡി കേരളത്തിലേക്ക് NOC എടുത്ത് നമ്പർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ വണ്ടിയാണ്. നമ്പർ ആക്കി പുതിയ ലൈഫ് ടാക്സ് അടിച്ച് 28 പേപ്പർ എടുത്തിട്ട് ഈ വണ്ടി കൊടുക്കണം 6,40,000 രൂപക്കാണ്. 6.40 13 വണ്ടി അല്ലേ? 13 വണ്ടി പേപ്പർ ആക്കിയിട്ടാണ് ആലോചിക്കണം. നമ്പർ ആക്കിയിട്ടുള്ള റേറ്റ്. അതെ, 6 സംതിങ് നിങ്ങൾക്ക് എടുത്തോണ്ട് പോയാലും മുതലാണ് അല്ലേ? ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 14 വണ്ടി. ഇത് 2014 V ആണ്. 14 V അല്ലേ? ഇത് NOC എടുത്തിട്ടില്ല. കേരളത്തിൽ എവിടെ NOC എടുത്ത് നമ്പർ ആക്കിയിട്ട് ഇപ്പൊ തമിഴ്നാട്ടിൽ നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മൾ വിളിക്കണ്ടല്ലോ. തമിഴ്നാട്ടിൽ NOC എടുത്ത് കൊടുക്കാൻ പറ്റും. ഓൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ എവിടത്തെ അടിപൊളി. അപ്പോ തമിഴ്നാട്ടിലും കർണാടകയിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ആളുകൾ വിളിക്കുന്നത്. ഇത് 14 അല്ലേ പറഞ്ഞത്? ഇത് 14 V. ഇത് നമ്മൾ 7,60,000 കൊടുക്കും. 7.60. അത് വേറെ കാര്യം. മേജർ ആക്സിഡന്റ് റീപ്ലേസ് മേജർ ആയിട്ടുള്ളതൊന്നുമില്ല. നമ്പർ ആക്കിയിട്ടുള്ള റേറ്റ് ആട്ടോ ഈ പറയുന്നത്. കിലോമീറ്റർ 2 കോടി ഉണ്ടാവും. കിലോമീറ്റർ പ്രൈവറ്റ് വണ്ടിയാണ്, ടാക്സി ഒന്നുമില്ല. അടിപൊളി. അപ്പൊ എന്തായാലും 7,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് അതെടുക്കാം. അതുപോലെ തന്നെ ഇത് 2014 G4 കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടിയാണ്. ഇതാണ് അന്യായ പ്രൈസ് അല്ലേ? അതെ, ഞെട്ടിക്കുന്ന വിലയാണ്. 6,70,000 കൊടുക്കാം. 14 നമ്പർ ആയ വണ്ടി. 14 നമ്പർ ആക്കിയ വണ്ടി. അത് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി സിൽക്കി ഗോൾഡ് വണ്ടി. ഇന്ത്യയുടെ ഒക്കെ അടിപൊളിയാണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല. മേജർ ആയിട്ടില്ല. ചെറിയ ചെറിയ തട്ടുമുട്ട് പുറത്തുനിന്ന് വരുമ്പോഴാണ്. ഒരു ചില തട്ടൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. പിന്നെ അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എവിടെ വർഷാപ്പിൽ എവിടെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ചെക്ക് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പൊ 6.75 14 വണ്ടിയാണ് ആലോചിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 11 V ആണ്. നമ്പർ ആയ കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടിയാണ്. 11 V അല്ലേ? അതെ അതെ. ഓക്കെ, അതിന്റെ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണ്. പിന്നെ
ടൈപ്പ് 1 തന്നെയാണ്. ഇത് ടൈപ്പ് 4 ആക്കണമെങ്കിൽ നമ്മൾ ആക്കി ഒരു 30-35,000 ചെലവ് വരുള്ളൂ. മാക്സിമം ഒരു 40 രൂപ പെയിന്റിംഗ് അടക്കം. ടൈപ്പ് 4 നമ്മൾ ആക്കി കൊടുക്കണമെങ്കിൽ കൊടുക്കാം. 11 മോഡല് കേരളത്തിലേക്ക് നമ്പർ ആക്കിയ വണ്ടി എന്ത് ഇത് 460 കൊടുക്കാം നമുക്ക്. 460. അപ്പോൾ ഒരു 5 ലക്ഷം രൂപ നിങ്ങൾ ടൈപ്പ് 4 ആക്കി കൊടുക്കും. കൊള്ളാട്ടോ, മോശമൊന്നുമില്ല. പിന്നെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല. ഇത് 11 ഒറിജിനൽ കേരള വണ്ടിയാണ്. 11 ഒറിജിനൽ കേരള ടാസ്കി അല്ലേ? ടാക്സിയാണ്. ടാക്സി ആവശ്യക്കാർക്കൊക്കെ പറ്റും. ഇനി വേണമെങ്കിൽ പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റും ആക്കി തരാം. ശരി. ഇത് കിലോമീറ്റർ ഒന്നും പറയണ്ട. ഇത് കിലോമീറ്റർ അത്യാവശ്യം ഓടി ഉണ്ടാവും. ഒറിജിനൽ കേരള വണ്ടിയാണ്. അതെ അല്ലേ? ഒറിജിനൽ ആണെങ്കിലും കിലോമീറ്റർ ഒക്കെ ചെക്ക് ചെയ്തിട്ട് വണ്ടി നോക്കി എടുത്തോളൂ. ടാക്സി ആവശ്യക്കാർക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. ഞാൻ എപ്പോഴും പറയും ഇപ്പൊ ഈ കേരള ആണെങ്കിലും അറിയാണെങ്കിലും എന്താ വണ്ടി നന്നായ എല്ലാം. അതെ, ടയോട്ടന്റെ വണ്ടി പിന്നെ അത്യാവശ്യം കിലോമീറ്റർ ഓടിയ വിഷയങ്ങളൊന്നുമില്ല. അതെ, പക്ഷെ ചെക്ക് ചെയ്തിട്ട് എടുക്കാം. അതെ, ഇത് 2011 ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇത് 4,35,000 കൊടുക്കാം. 435. അത് നെഗോഷ്യബിൾ ആവോ? ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു. നമ്മൾ ഈ പറഞ്ഞ എല്ലാ വണ്ടികളും ചെറിയൊരു നെഗോസിയേഷൻ ഉണ്ടാവും. ഇത് പിന്നെ പ്രൈവറ്റ് ആക്കണമെങ്കിൽ ഒരു 15,000 രൂപ എക്സ്ട്രാ തന്നാൽ പ്രൈവറ്റ് ആക്കി തരും ചെയ്യും. ആക്കി കൊടുക്കാം. ഇപ്പൊ വില എത്ര പറഞ്ഞത്? ഇത് 425. 425 അല്ലേ? നീറ്റ് വണ്ടി. അതുപോലെ തന്നെ ഇവിടെ ഒരു വണ്ടി ഉണ്ടല്ലോ, ഒറീസ. ഇത് 2010 മോഡലാണ്. നിലവിൽ കർണാടകയിലേക്ക് NOC എടുത്തിട്ടുണ്ട്. ഇത് 10 വണ്ടിയല്ലേ? 10 വണ്ടിയാണ്. അതിപ്പോ നിലവിൽ കർണാടക NOC എടുത്തപ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ രജിസ്റ്റർ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യാം. കിട്ടും. അങ്ങനെ കിട്ടും. നമ്മൾ ചെയ്ത് കൊടുക്കും. ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി കർണാടക നമ്പർ ആവശ്യക്കാരുണ്ടെങ്കിൽ 4,40,000 കർണാടകയിലെ നമ്പർ ആക്കി കൊടുക്കും. 10 വണ്ടി. പിന്നെ കർണാടക സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത്. ടൈപ്പ് 4 അല്ലേ? ടൈപ്പ് 4. ഓക്കെ. കർണാടകയിലുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 440 കർണാടകയിലെ നമ്പർ ആക്കി തരും. അടിപൊളി. ഇനി ഇതാണെങ്കിലോ? ഇത് 2007 മോഡലാണ്. പുതിയ പേപ്പർ 2030 വരെ പേപ്പർ ഉണ്ട്. 7 വണ്ടി അല്ലേ? അലോവിലൊക്കെ കിടപ്പുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി. ചെറിയ മോഡൽ 2,75 കൊടുക്കാം നമുക്ക്. 2,75,000. 2007 കണ്ടീഷൻ. അതെ. ഇതും വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് 4 ആയി കൊടുത്തൂടെ? ടൈപ്പ് 4 ആണെങ്കിൽ ആക്കാം. ഓക്കെ. ഇതിപ്പോ വണ്ടി പക്കയാണോ? അതൊന്നും വണ്ടി കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഇന്നലെ ഇപ്പൊ നമ്മളെ ഇത് കോഴിക്കോട്ടിലൊക്കെ പോയെന്നാണ്. വേറെ വിഷയങ്ങളൊന്നുമില്ല. ഓക്കെ. വണ്ടി നീറ്റ് ആയാൽ മതി. പക്ഷെ നിങ്ങൾ ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും ഏത് വണ്ടിയാണെങ്കിലും നമ്മളെ ഇരുമ്പിന് ജീവൻ വെച്ച സാധനമാണ്. നമുക്ക് പറയണത് അല്ലാതെ എന്ത് വേണേലും ചെക്ക് ചെയ്യുക, എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക, അത്രയും മാക്സിമം ചെക്ക് ചെയ്തോളൂ. പിന്നെ വർത്താനത്തിന് വയ്യാതെ. ഓക്കെ. അപ്പൊ പ്രത്യേകിച്ച് പറയുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പഴയ മോഡൽ വണ്ടികളൊക്കെ ശ്രദ്ധിച്ചെടുക്കാവുള്ളൂ അല്ലേ? നമ്മൾ ഈ ഷോറൂമിൽ കൊടുക്കുന്ന ഒരു ഓപ്ഷൻസ് ആരും കൊടുക്കൂല. എവിടെ വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വർക്ക്ഷോപ്പിൽ എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. എങ്ങനെ ചെക്ക് ചെയ്യാം. അടിപൊളി. അതുപോലെ തന്നെ ടെറാനോ ആണെങ്കിൽ 2015 സെക്കൻഡ് ഓണർ 1,00,000 കിലോമീറ്റർ ഓടിന് 85 ആണ് വണ്ടി. 85 ആണ്. അതുകൊണ്ട് തന്നെ വലിയ കംപ്ലൈന്റ് കുറയൂല. മൈലേജും കിട്ടും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. വണ്ടി ബോഡി വൈസ് ഒക്കെ അത്യാവശ്യം നീറ്റ് ആണല്ലോ അല്ലേ? മേജർ റീപ്ലേസ്, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഫ്രണ്ട് ഗ്ലാസ് അടക്കം ഒറിജിനൽ ആണ്. അടിപൊളി. ഇത് എനിക്കൊന്ന് ഫുൾ ഓപ്ഷൻ എക്സ്പി. അതെ. 2085 ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി. 15 ഫുൾ ഓപ്ഷൻ വണ്ടി. അളവിലൊക്കെ അതിനെ വരുള്ളൂ. അതെ. ഓക്കെ. എന്ത് വില കൊടുക്കും നമ്മൾ? ഇത് നമ്മൾ 4,30,000 കൊടുക്കാം. 430. എന്തെങ്കിലും കുറയൂലേ? ചെറുതായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു. അടിപൊളി. അതുപോലെ തന്നെ 12 എത്തിയോസ് GD ഒറിജിനൽ കേരളയാണ്. ഒറിജിനൽ കേരള GD. ചെറിയ ബമ്പർ പോണിട്ട് ചെറിയ റീപ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരി. മേജർ ഇടി വന്നിട്ടുണ്ട്? മേജർ ഒന്നുമില്ല. ചെറിയ ബമ്പർ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല. അപ്പുറമൊന്നുമില്ല. അതൊക്കെ നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്യാം. അതെ. ഇത് നമ്മൾ 2,75 കൊടുക്കും. 2,75. അതെ. ഇത് മോഡൽ 12 കേരള വണ്ടിയാണ്. ഇത് ലോൺ എത്ര കയറും? ഇതൊരു 2,45 ലോണും കയറും. 2,45 ലോണും കയറും. അടിപൊളി. ഇത് ഡീസൽ പറഞ്ഞേ? ഇത് ഡീസലാണ്. ഇതും ഡീസലാണ്. 2015 മോഡലാണ്. സോറി 14G ആണ്. G ഒറിജിനൽ നമ്പർ ആയ വണ്ടിയാണ്. കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ ആണ് വണ്ടി. വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് അല്ലേ? അതെ. മോശമൊന്നുമില്ല കേട്ടോ. വണ്ടി കാണാനും വൃത്തിയുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാൽ തോന്നുന്നു. അത് കാണിച്ചാണ്. ഇത് നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ 5,5,4,000 പറഞ്ഞത്. ഇത് നമ്മളൊരു 4,65 ലാസ്റ്റ് കൊടുക്കും. 4,65 ഫൈനൽ പ്രൈസ് അല്ലേ? ഇതൊരു 5 ലക്ഷം ലോണും കിട്ടും വണ്ടിക്ക്. അടിപൊളി. അതും 14 ലാസ്റ്റ് വണ്ടി. 14 ലാസ്റ്റ്. മോശമൊന്നുമില്ല. അത്യാവശ്യം വൃത്തിയുള്ള വണ്ടി. ഡീസലാണ്. നല്ല മൈലേജ് കിട്ടും. അതുപോലെ തന്നെ ഫിയസ്റ്റ 2 ഉണ്ടല്ലോ. ഫിയസ്റ്റ ഇത് 2014 മോഡലാണ്. 14. ഇത് ഒരു 1,10 കൊടുക്കാം നമുക്ക്. 14 വണ്ടി 1,10. അലവിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ പണികളൊക്കെ ഒന്ന് എടുപ്പിച്ചേണ്ടി വരും. ഞാൻ കൂടുതലൊന്നും കാണിക്കുന്നില്ല. ചെറിയ പൈസന്റെ വണ്ടിയാണ്. 2010 മോഡലാണ്. 90,000 കൊടുക്കും. 10 വണ്ടി 90,000. പുതിയ പേപ്പർ. രണ്ടും ഡീസൽ അല്ലേ? പെട്രോൾ. ഡീസൽ. ഡീസൽ. നല്ലോണം ചെക്ക് ചെയ്തെടുക്കാം. കുറച്ച് കംപ്ലൈന്റ് ഒക്കെ ഉള്ള വണ്ടിയാണ്. അതെ. പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുക. കംപ്ലൈന്റ് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട്. അതെ. അതുപോലെ തന്നെ 2 അടിപൊളി അക്കോർഡ്. ഇതിന് റീൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അല്ലേ? അതെ. കയറി കാണാത്തോണ്ട് കണ്ടോളൂ. ഇതിപ്പോ ഏതാ മോഡൽ? ഇത് 2008 ആണ്. ഇത് 8 വണ്ടിയാ? 8 മോഡലാണ്. എന്താ നീറ്റ്. ഇത് നമ്മൾ പുതിയ പേപ്പറൊക്കെ എടുത്തിട്ട് 3,30 നമ്മൾ പറഞ്ഞിരുന്നത്. ഒന്നുകൂടി GST ഒക്കെ കുറഞ്ഞുകൊണ്ട് ഇനി റേറ്റ് കൊടുക്കുകയാണ്. 3,10 കൊടുക്കുമ്പോൾ. 3,10 കൊടുക്കാം. അതെ. അതായത് 2008 മോഡൽ വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി, ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ ആട്ടോ. എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടി. പുതിയ പേപ്പർ എടുത്തിട്ട് 3,10 കൊടുക്കും. അത് ഓട്ടോമാറ്റിക് ആണ്. കൂടി ആലോചിക്കണം. ഓട്ടോമാറ്റിക് ആണ്. നല്ല ക്ലീൻ വണ്ടി കേട്ടോ. CVT ഗിയർ ബോക്സ് ആണ്. അക്കോർഡിന്റെ ഗിയർ ബോക്സിന്റെ കാര്യം നമ്മൾ പറയണ്ട. ഇത് 2010 മോഡലാണ്. 10 ആണ് അല്ലേ? ഇതും നമ്മൾ പുതിയ പേപ്പറൊക്കെ എടുത്തിട്ട് കേരളത്തിലേക്ക് നമ്പർ ആക്കി 2030 പേപ്പർ എടുത്തിട്ട്
നമ്മൾ കൊടുക്കുക 3.75 3.80 നമ്മൾ ചോദിക്കുന്നത് 3.60 നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെ 3.60 കൊടുക്കാം. ഇന്ത്യയിലൊക്കെ നല്ല നീറ്റാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു. പക്ഷേ ഇത് വണ്ടി അന്യായ ലുക്കാണല്ലേ? അതെ അതെ, നല്ല അടിപൊളി വണ്ടിയാണ്. അതെ, പണ്ടത്തെ 10-25 ലക്ഷം റുപ്യ വിലയുള്ള സാധനമാണ്, അന്നത്തെ ലക്ഷറിയാണ്. ഇന്ന് ഈ വണ്ടി കണ്ട ആരെയും നോക്കി പോകും. സത്യമാണ്, നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. 3.60 കൊടുക്കാം നമുക്ക് ലാസ്റ്റ്. 10 വണ്ടി അല്ലേ, മോശമൊന്നുമില്ല. ഇത് 2017 മോഡൽ സിംഗിൾ ഓണർ ആണ്. 17 സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർ വണ്ടി. ഡീസലാ? 55,000 മാത്രം ഓടിയിട്ടുള്ളൂ. ഡീസലോ? അതെ, പെട്രോൾ. വേറെ തട്ടമുട്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 17 സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. 4 ഫുൾ കട്ട് ടയർ ഉണ്ട്. 55,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വിത്ത് സർവീസ് റെക്കോർഡ് ഉള്ള വണ്ടിയാണ്. ശരി, ഈ പെട്രോൾ ആയതുകൊണ്ട് വേറെ വിഷയങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. പിന്നെ ഇത് 50 ലോ കിലോമീറ്റർ ആണ്, സിംഗിൾ ഓണർ ആണ്. പെട്രോൾ ആയതുകൊണ്ടാണ് ലോ കിലോമീറ്റർ ആയത്. അതെ അതെ, കുറച്ച് മൈലേജ് കുറവ് 12 ഒക്കെ കിട്ടുള്ളൂ. 17 മോഡലാണ്. ഇത് നമ്മൾ 4,70,000 ആണ് ആസ്ക് ചെയ്യുന്നത്. ചെറുതായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് 4.70 അല്ലേ? ഓൾമോസ്റ്റ് ഫുൾ ലോണും കയറും. ഫുൾ ലോൺ കയറും. ലോണിന്റെ കേസിലൊന്നും പേടിക്കണ്ട. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു HR നമ്പർ ആണ്. 2013 മോഡൽ A4 ആണ്. 13 A4 അല്ലേ? A4 13 A4 സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സൺറൂഫ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. കിലോമീറ്റർ അറിയോ? കിലോമീറ്റർ ഇതിനകത്ത് കാണിക്കണ 80,000 ആണ്. ഉറപ്പൊന്നുമില്ല, ചെക്ക് ചെയ്തെടുത്തോളൂ. അതെ, വണ്ടി പക്കയല്ലേ? ഇത് നമ്മൾ 6,500 രൂപ ആസ്ക് ചെയ്തിരുന്ന വണ്ടിയാണ്. ഇപ്പൊ നമ്മൾ കൊടുക്കണം 590 പേപ്പർ ആക്കിട്ടോ? NOC അപ്പോൾ 2 ലക്ഷം രൂപ പേപ്പർ ആക്കാൻ വേണ്ടേ? 2 ലക്ഷത്തിന്റെ അടുത്ത് പേപ്പർ. 590 790 നമുക്ക് വണ്ടി എടുക്കാം അല്ലേ? അതെ അതെ, എന്നാലും മോശമൊന്നുമില്ല, വണ്ടി നല്ല നീറ്റാണ്. ബാക്കി നിങ്ങൾ വരിക, വന്നിട്ട് നല്ലോണം ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതും 13 മോഡൽ തന്നെയാണ്. 2000 Q3 സൺറൂഫ് ഉള്ള വണ്ടിയാണ്. അത് മാത്രമല്ല നല്ല 4 പുത്തൻ ടയറും ഉണ്ട് കേട്ടോ. അതെ അതെ, തട്ടുമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജർ ആയിട്ടുള്ള പേപ്പർ ആയതാ? പേപ്പർ ആയത്. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. 13 വണ്ടി അല്ലേ? 13 വണ്ടി. ഇതൊക്കെ നല്ല മൈലേജ് ഉള്ള ഒരു പ്രീമിയം വണ്ടി അല്ലേ? ഇത് നമ്മള് ഒരു ഓഫർ പ്രൈസ് 7,90,000 കൊടുക്കും. പേപ്പർ ആക്കിയിട്ട്? പേപ്പർ ഓൾറെഡി ആയ വണ്ടിയാണ്. 790. അതെ, മോശമൊന്നുമില്ല കേട്ടോ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ചെറിയ പൈസക്ക് ഒരു പ്രീമിയം കാർ നോക്കുന്നവർക്ക് സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉള്ള പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്, കംപ്ലൈന്റ് വളരെ കുറവായിരിക്കും. ഇത് മോഡലോ? ഇത് 2009 2029 വരെ പേപ്പർ ഉണ്ട്. 9 ആണ്, നല്ല മോശമൊന്നുമില്ല. 9 അപേക്ഷിച്ച് വൃത്തിയുള്ള ഇന്ത്യയിൽ സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പേപ്പർ പുതിയതാണ്. ഫാൻസി നമ്പറാണ് 8833. ശരി, ഇത് നമ്മൾ 3,25,000 കൊടുക്കാം. 3,25 2009 വണ്ടി അല്ലേ? അല്ല, അഞ്ചു കിട്ടെ അപാകതൊന്നുമില്ലല്ലോ. ഇല്ല, മേജർ ആയിട്ടുള്ള വിഷയങ്ങൾ. പിന്നെ ഈ കംപ്ലൈന്റ് എന്തെങ്കിലും എഞ്ചിൻപരമായ മോഡലാകുമ്പോൾ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ബമ്പർ അങ്ങനെയൊക്കെ ചെറിയ റീപ്ലേസ്മെന്റ് ഇപ്പൊ ഓടിക്കാനൊക്കെ തുടങ്ങി. ഓടിക്കാനൊന്നും പ്രശ്നം, അതൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഫുള്ളായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും 3,25 കൊടുക്കാം. 3,25 അല്ലേ? അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഇത് 2010 Type 2 കൺവേർട്ട് ചെയ്ത 2030 വരെ പേപ്പറുള്ള വണ്ടിയാണ്. ഫോർച്യൂണർ അല്ലേ? ഫോർച്യൂണർ 8.75 ഇവിടെ ആസ്ക് ചെയ്ത്. മോഡൽ 2010 മോഡൽ. 10 മോഡൽ അല്ലേ? ഓക്കെ, അപ്പോൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതെ, ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം. ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റാട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. ആൻഡ്രോയിഡ് സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോ നമുക്ക് എന്താ റേറ്റ്? ഇത് നമ്മളിവിടെ 8.75 ചോദിച്ചതിന് വേണ്ടിയാണ്. ഇപ്പൊ 790 ഓഫർ പ്രൈസ്. 790 10 വണ്ടി 2030 വരെ പേപ്പറുള്ള വണ്ടി. അടിപൊളി. അതായത് 7,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സാധനം എടുത്തോണ്ട് 4 വീല് മാനുവലാ? 4 വീല് മാനുവൽ. അടിപൊളി, നല്ല കിടിലൻ സാധനം, നല്ല വൃത്തിയുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ലെജൻഡർ കൂടി കാണിച്ചത്. ഇത് 2019 മോഡലാണ്. കൺവേർട്ട് ചെയ്താലല്ലോ? അല്ല, ഒറിജിനൽ അല്ല, ലെജൻഡർ കൺവേർട്ട് ചെയ്താണ്. ഫോർച്യൂണർ ആണ്, ലെജൻഡർക്ക് കൺവേർട്ട് ചെയ്തത്. അതെ അതെ അതെ, 19 ഈ സാധനം വരില്ലല്ലോ. ഇല്ല ഇല്ല. ഇത് കിലോമീറ്ററോ? കിലോമീറ്റർ 1,00,000 സംതിങ് ഓടിയിട്ടുണ്ട്. 1.10 ഓടിയിട്ടുണ്ട്. അതൊക്കെ ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിനാണ്. കേരള വണ്ടിയാ? അല്ല, MP നമ്പറാണ്. ശരി, ഇത് നല്ലൊരു ഓഫർ പ്രൈസ് ആണ്. ചെറിയ തട്ടുമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. അതായത് അപ്രോണൊക്കെ തട്ടിയിട്ടുണ്ടോ? അപ്രോണൊന്നുമില്ല, ചെറിയ ചെറിയ തട്ടുമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരി, വണ്ടി ഇപ്പൊ നിലവിൽ കണ്ടീഷനൊക്കെ ഓക്കെയാണ്. വന്ന് ചെക്ക് ചെയ്യാം. എല്ലാം വർക്കിംഗ് ആണ്, ഓട്ടോമാറ്റിക് ആണ്. അല്ല, ഇതിനകത്ത് വേറൊരു കേസ് ഉണ്ട് കേട്ടോ. പിന്നെ 1,05,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ. അതെ അതെ, കിലോമീറ്റർ ജെനുവിനാണ്. സർവീസ് ഹിസ്റ്ററി ഒക്കെ നമ്മൾ ചെക്ക് ചെയ്താണ്. ഓക്കെ, ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് 2019 ഫോർച്യൂണർ 1,00,000 കിലോമീറ്ററുടെ വണ്ടി എല്ലായിടത്തും അന്വേഷിച്ചാൽ 24-23 ലക്ഷം റുപ്യന്റെ റേറ്റ് വരുന്നത്. കുറഞ്ഞത് പേപ്പർ ആക്കിയിട്ടാ? NOC. ഇത് നമ്മള് ഒരു ഓഫർ പ്രൈസിന് കൊടുക്കുന്നത് 19 ലക്ഷം റുപ്യ കൊടുക്കാം. NOC 4 ലക്ഷം റുപ്യന്റെ അടുത്ത് ടാക്സ് വരും. 3.25 ടാക്സ് വരും. അന്യായം തന്നെ അല്ലേ? 4 ലക്ഷം റുപ്യ ടാക്സ് കൊടുക്കേണ്ട. ടാക്സ് വരും. കേരള വണ്ടി ആണെങ്കിൽ 36 ലക്ഷമാണ് ഇതിന്റെ വില. അതെ അതെ അതെ. അപ്പോൾ ഏകദേശം ഒരു 23 ലക്ഷം റുപ്യ, 23 ലക്ഷത്തിന് വണ്ടിയാവും. ആവൂല്ലേ? കേരള നമ്പർ ആവും. 26 ലക്ഷം ലോണും കിട്ടും അതിന്. അത്രയും കിട്ടൂല്ലേ? അടിപൊളി. ഇതിപ്പോ വേറെ കാര്യം ഉണ്ടോ? സാധാരണ ലെജൻഡർ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് അതിലുണ്ടാവും. ചെറിയ ചെറിയ ബമ്പർ ബോണറ്റ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ഞാൻ അതല്ല പറഞ്ഞേ, ഇപ്പൊ ഒന്നും മാറിയതാന്ന് അറിയില്ല. വണ്ടി പക്ക നീറ്റാണ്. ഒന്ന് കണ്ടാലും തന്നെ മനസ്സിലാവില്ല. നീറ്റ് ആൻഡ് ക്വാളിറ്റി, ബോഡി ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ശരി, അപ്പൊ എന്നാലും പേപ്പർ ആക്കിയിട്ട് 1,00,000 കിലോമീറ്റർ ഓടിയ ലെജൻഡർ കിറ്റ് ചെയ്ത വണ്ടി 24 ലക്ഷത്തിന് നമ്പർ ആക്കി കൊടുക്കും. NOC 19 ലക്ഷത്തിന് കൊടുക്കും. അതെ, 23 ലക്ഷത്തിന് നമുക്ക് എടുക്കാം. അല്ല, സോറി, 23 ലക്ഷം. അതെ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 18 മോഡലാണ്. 18 ഓൾറെഡി കൊണ്ടോട്ടിക്ക് NOC എടുത്ത് ഇവിടെ നമ്പർ ആക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. G4. കേരളത്തിലേക്ക് നമ്പർ ആയിട്ട്
നമ്മളിവിടെ ചോദിച്ചിട്ട് 1380 ഒക്കെയാണ് ഇപ്പൊ 1330 കൊടുക്കല. അതായത് 17 വണ്ടി G4 മാനുവൽ, 18 മോഡൽ, സോറി 18 മോഡൽ G4 മാനുവൽ പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ എടുത്തിട്ട് നമുക്ക് 1,80,000 കിലോമീറ്റർ കറക്റ്റ് ആയിരിക്കും അല്ലേ? അപാകതയൊന്നുമില്ലോ, അപാകത മേജർ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഫ്രണ്ട് സാധനം മാറിയിട്ടുണ്ടാവും, ആദ്യം നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്താണ് കേട്ടോ. എന്നാലും മോശമൊന്നുമില്ല, നല്ല നീറ്റ് വണ്ടിയാണ്. അപ്പൊ എന്തായാലും നല്ല മാരുതിയുടെ ഒരു സ്വിഫ്റ്റ് എടുക്കുന്ന പൈസക്ക് ഒരു ഫോർച്യൂണർ അല്ലേ? അതെ അതെ. 2009 മോഡലാണ്. പുതിയ പേപ്പർ എടുത്തിട്ട് നമ്മള് ഇത് കൊടുക്കുന്നത് ഒരു 6,90,000 കൊടുക്കണം. അതായത് 2009 വണ്ടി, പിന്നെ 4 വീൽ മാനുവൽ. കിലോമീറ്ററോ? കിലോമീറ്റർ പുറത്ത് വണ്ടിയാണ്. 1.5-1.25 ഓടിയിട്ടുണ്ടാവും. 2 മൊത്തം കോടി ഉണ്ടാവും. വണ്ടി നല്ല നീറ്റാണ്, വേറെ അപാകതകളൊന്നും തന്നെ നിലവിൽ കാണാനില്ല. ഹെഡ്ലൈറ്റും ടെയിൽ ലൈറ്റും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല പ്രൊജക്ടർ ആക്കി തരണമെങ്കിൽ അതും ആക്കി തരാം. ടയറൊന്നും മോശമില്ല കേട്ടോ, അത്യാവശ്യം വൃത്തിയുണ്ട്. ഇന്റീരിയറും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇന്റീരിയർ അത്യാവശ്യം സീറ്റൊന്നും വലിയ കുഴപ്പമില്ല, ആൻഡ്രോയിഡ് വെച്ചിട്ടുണ്ട്, വലിയ മോശമില്ലല്ലോ വണ്ടി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. 6,90,000 രൂപയ്ക്ക് പേപ്പർ ആക്കിയിട്ട് പുതിയ പേപ്പർ എടുത്ത് 30 വരെ പേപ്പർ ഉണ്ടാവും. അതെ, അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ടാണ് 6,90 ഒരു വണ്ടി കാണിക്കുന്നത് അല്ലേ? 9 മോഡൽ പേപ്പർ എടുത്തിട്ട് 6,90. ശരി, അതിന് വേറെ കേസ് ഉണ്ട്. അതിന്റെ മെയിൻ ഗ്ലാസ് മാറിയില്ല, ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഇല്ല, ഡെലിവറി പുതിയ മാറ്റും പോലെ ഒട്ടിക്കുന്നല്ലേ? ഓക്കെ, അപ്പം എന്തായാലും കുഴപ്പമില്ല, മോശമൊന്നുമില്ല. വണ്ടി ചെക്ക് ചെയ്തിട്ട് എടുക്കുക. അടുത്തതാണ് രാജാവ് അല്ലേ? അതെ അതെ. ഇതിന്റെ റീലൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ലാൻഡ് ക്രൂസർ 2010 മോഡല് 10 ആണ് അല്ലേ? പുതിയ പേപ്പർ എടുത്തിട്ട് ഒരു മിനിറ്റ്, വേറെ കാര്യം ചോദിക്കട്ടെ, ഇത് 10 വണ്ടി ആയതുകൊണ്ട് ഇത് കംപ്ലീറ്റ് കൺവേർട്ട് ചെയ്തല്ലേ? ഫേസ് ലിഫ്റ്റ് ചെയ്താണ്. അതായത് ഇതിപ്പോ എന്ത് ചെലവ് വരും ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ? ഇത് അന്ന് നമ്മൾ ചെയ്യണ അന്ന് 4-4.5 ലക്ഷം ഒക്കെ ഉണ്ട്. ഇപ്പൊ റേറ്റ് കുറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിന്റെ ഇന്റീരിയറൊക്കെയാണ് കാണേണ്ടത് അല്ലേ? അതായത് കംപ്ലീറ്റ് സാധനം മാറിയത്. അതെ, ഇതിന്റെ അകത്തൊരു TV ഒക്കെ കുത്തനെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ നോക്കി അടിപൊളിയാണ്. ഇത് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാ അല്ലേ? അതെ അതെ. 10 വണ്ടിയാണ് ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ ഈ കിലോമീറ്റർ ഓടി ഉണ്ടാവും. കിലോമീറ്റർ 2 ഓടിയിട്ടുണ്ട്. അതൊരു വിഷയമേ അല്ല അല്ലേ? സർവീസ് ഉള്ള വണ്ടിയാണ്. ഇതിന്റെ പണികളും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. എത്ര കൊടുക്കും? ഒരു 6 മാസത്തെ ഗ്യാരണ്ടി നമുക്ക് ഇഞ്ചിന് കൊടുക്കാം. ഇഞ്ചൻ പണി തോന്നുന്നു നമ്മൾ പണിയതാണ്. ധൈര്യം കേട്ടപ്പോഴേ തോന്നി. പിന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും 10 മോഡൽ ലാൻഡ് ക്രൂസർ കൺവേർട്ട് ചെയ്ത വേറെ ലെവൽ സാധനം എന്താ വില? പ്രൈസ് നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 44.5 ലക്ഷത്തിന് കൊടുക്കാം നമുക്ക്. പേപ്പർ ആക്കിയിട്ട് നമ്പർ ഓൾറെഡി ആയതാണ്, ഫാൻസി നമ്പറാണ്. 44,50,000 കൊടുക്കാം. ഞാൻ കാണിച്ചുവിട്ടെ. സ്വാഭാവികമായും എല്ലാവർക്കും ഉള്ള സംശയം, ഈ 10 മോഡൽ വണ്ടിക്കൊക്കെ ഈ പൈസ എന്ന് പറയുമ്പോൾ ചില്ലറ പൈസ അല്ലല്ലോ. മോഡൽ എല്ലായിടത്തും അന്വേഷിച്ചോട്ടെ. 50-55 ലക്ഷമൊക്കെയാണ് റേറ്റ് വരുന്നത് 10 വണ്ടിക്ക് അല്ലേ? അതെ അതെ. ഈ സാധനത്തിന് ഇപ്പോഴും വിലയുണ്ട്. ഇപ്പോഴും വിലയുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ പുതിയ ഇപ്പൊ ഒരു 3.5 കോടിയുടെ അടുത്ത് വിലയില്ലേ? ഇപ്പം 3 കോടിന്റെ അടുത്ത് വിലയുണ്ട് അല്ലേ? കോടിക്കൊന്നും ഒരു വിലയില്ല കേട്ടോ. എന്തായാലും 44 ലക്ഷം രൂപയ്ക്ക് താ നിങ്ങൾക്ക് 2010 വണ്ടി എടുത്തുകൊണ്ട് പോകാം. അത് ഈ സാധനത്തിനോടുള്ള ഇഷ്ടമുള്ളവർ വന്നാൽ മതി അല്ലേ? അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇതിന് ആവശ്യക്കാർ ഒരുപാട് ആളുകൾ ഉണ്ടോ? കാശില്ലാത്ത ആരുള്ളപ്പോൾ പോലുള്ള ഇഷ്ടം പോലെ പൈസക്കാരില്ലേ? അപ്പൊ ഈ എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടി നല്ല അടിപൊളി ഒരു പ്രസയാണ്. 2018 മോഡല്. 18 അല്ലേ? നല്ല നീറ്റാണല്ലോ വണ്ടി. വീഡിയോ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. ഇത് കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 1.30 ഓടിയിട്ടുണ്ട്. വീഡിയോയിൽ 1.30 ഓടിയിട്ടുണ്ട്. കറക്റ്റ് ഹിസ്റ്ററി ഉണ്ടല്ലോ? ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർ ആണ് വണ്ടി. നമുക്ക് എന്താ വില? ഇത് നമ്മൾ 6.5 ലക്ഷത്തിന് കൊടുക്കാം. 6,50,000 രൂപ. 18 മോഡലാണ്. ഫ്രണ്ട് ഗ്ലാസ് ആണ് ഒറിജിനൽ വണ്ടി. നമുക്ക് 6.5 ലക്ഷത്തിന് കൊടുക്കാം അല്ലേ? 7 ലക്ഷമൊക്കെ ലോണും കിട്ടും വണ്ടിക്ക്. ഞാന് പിന്നെ ഇന്നൊരു സ്വിഫ്റ്റ് കണ്ടേ. അപ്പൊ 18 സ്വിഫ്റ്റിന് ഏകദേശം 5-5.5 വിലയുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ബ്രസ് കിട്ടുന്നുണ്ട്. 6.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ബസ് എടുത്തുകൊണ്ട് പോകാം. അതും 2018 ഡീസൽ വണ്ടി. 18 മോഡൽ. അപ്പൊ നമ്മുടെ മലപ്പുറം ജില്ലയിലെ മൊറയൂർ സ്ഥിതി ചെയ്യുന്ന PMA കാർസ് അല്ലേ? ഒരുപാട് വണ്ടികൾ കാണിച്ചു. ഞാൻ കുറച്ച് എന്താ പറയുക പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടിയാണ് ഇത്രയും വണ്ടികൾ ഒരുമിച്ചുള്ളതുകൊണ്ടാണ് ഓരോ ഇന്ത്യയിൽ ഒന്നും കാണിക്കാത്തത്. പിന്നെ ഇതൊക്കെ എല്ലാം ഏകദേശം ഒരേ വണ്ടിയാണല്ലോ അല്ലേ? നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അയച്ചാൽ ഏത് വണ്ടി ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ എല്ലാം അയച്ചു കൊടുക്കാം അല്ലേ? ഇപ്പൊ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള എല്ലാവിധ ഓപ്ഷൻസും ഉണ്ട്. പിന്നെ പ്രൈസ് ആണ് മാക്സിമം നല്ല ഓഫർ പ്രൈസിനാണ് കൊടുക്കുന്നത്. കിടിലൻ പ്രൈസ് തന്നെയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് വരിക, വന്നിട്ട് വണ്ടി ചെക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി അല്ലേ? പിന്നെ ക്വാളിറ്റി നമ്മൾ പറഞ്ഞല്ലോ, ഒന്നിലും ഒരു പ്രശ്നമില്ല. മേജർ വിഷയങ്ങളൊന്നും നമ്മളുള്ളത് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുള്ളൂ. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം എവിടെ ഇഷ്ടമുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, അതായത് നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും നമ്മൾ മനുഷ്യന്മാരെ തെറ്റുപറ്റാം. അപ്പൊ നിങ്ങൾ നല്ലോണം ചെക്ക് ചെയ്തിട്ടൊക്കെ എടുത്താൽ മതി. നാളെ വർത്താനുള്ള ഇടയൊന്നും വരുത്തണ്ട. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.